ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയുടെ തൃശൂർ ജില്ലാ പര്യടനത്തിന് സമാപനമായി. 3 ദിവസം നീണ്ടുനിന്ന യാത്രയിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് യാത്ര വടക്കൻ കേരളത്തിലേക്ക് കടക്കുന്നത്. സാംസ്കാരിക നഗരിയുടെ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആളുകൾ കൈകോർത്ത 3 ദിനങ്ങൾ. ലഹരിക്കെതിരെ അലയടിച്ച് തൃശൂരിന്റെ ശബ്ദം. കേരള യാത്രയുടെ 1ാം ഘട്ടം അവസാനിച്ചതും 2ാം ഘട്ടം ആരംഭിച്ചതും തൃശൂർ ജില്ലയിൽ. ആദ്യാവസാനം നാടിന്റെ പിന്തുണ ഒഴുകിയെത്തി. രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ നാനാ തുറകളിൽ നിന്നും ഐക്യദാർഢ്യം. എല്ലാ വിജയാശംസകളും. നമുക്ക് കേരളത്തിലെ മലയാളികളെല്ലാവരും ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്താൽ അതിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ പരമസത്യമാണ്. നമുക്ക് കോവിഡും പ്രളയം എല്ലാം മറികടന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കാര്യത്തിൽ നമുക്ക് നിൽക്കും എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. ചേലക്കരയിൽ ഞങ്ങളും തുടക്കം കുറിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ ശക്തമായ നിലപാടുകളും കലാപരിപാടികളുമായി നാടിന്റെ മുക്കിലും മൂലയിലുമെത്തി കേരള യാത്ര. സമാപന ദിവസം കുത്താമ്പുള്ളി, അരിമ്പൂർ, ചെറുതുരുത്തി അടക്കമുള്ള തൃശൂരിന്റെ ഗ്രാമമേഖലകളിൽ വൻ ജനപിന്തുണ. അരിമ്പൂരിലെ സമാപന പരിപാടിയിൽ പങ്കാളികളായത് 100 കണക്കിന് ജനങ്ങൾ. അവസാനത്തെ MDMA-കാരനും അവസാനത്തെ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകണം. ഇനി ഒരു നരാധമനും നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന മാരക ലഹരി വിതരണം ചെയ്യാനായി കേരളത്തിലേക്ക് വരരുത്. തൃശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നാളെ രാവിലെ കേരള യാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും. 24 തൃശൂർ.